ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എ സോളിറ്ററി ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്ന ഫോർത്ത് സെം ഇംഗ്ലീഷിൻ്റെ സിഗ്നേച്ചർ പുസ്തകത്തിലുള്ള എ സോളിറ്ററി ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇതിലെ ലാസ്റ്റ് ഭാഗമാണെന്ന് പറയാൻ പോകും. ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ എങ്ങനെയാണ് ചെർണോബിൽ ദുരന്തം ആളുകളെ ബാധിച്ചിരുന്നത്, ഹൗ ദ പീപ്പിൾ ബിക്കെയിം റേഡിയോ ആക്റ്റീവ് ആൻഡ് ഹൗ ദേ ഹാഡ് ടു ലീവ് their parents with even though they went for a walk that morning. They came back with the radioactive energy in them, and they were taken to the hospital, and even the wives and children were not allowed to visit them in Moscow. But in spite of the warnings, some of the wives of the victims went to see their body. Okay, so this chapter is one among them. So this chapter is narrated by the victim's wife, who was there when he died in the hospital. So everyone came. അദ്ദേഹം മരിച്ചു കേട്ടോ. മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. സോ എല്ലാവരും വന്നു. ഹിസ് പാരൻസ്, മൈ പാരൻസ്, എൻ്റെ പാരൻസും ഒക്കെ വന്നു. ഭർത്താവിൻ്റെ പാരൻസും ഭാര്യയുടെ പാരൻസും ഒക്കെ വന്നു. ദേ ബോട്ട് ബ്ലാക്ക് ഹാൻഡ് കർച്ചീഫ്സ് ഇൻ മോസ്കോയിൽ അവർ ബ്ലാക്ക് ഹാൻഡ് കർച്ചീഫ്സ് ആണ് അവർ കൊണ്ടുവന്നത്. ദ എമർജൻസി കമ്മീഷൻ മെറ്റ് വിത്ത് അസ്. ദേ ടോൾഡ് എവറി വൺ ദ സെയിം തിങ്. അങ്ങനെ ഒരു അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് എമർജൻസി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ വന്ന് കണ്ടു. ഞങ്ങളോട് അവർ പറഞ്ഞു, ഒരേ കാര്യമാണ് അവർ പറഞ്ഞത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ അസ് ടു ഗീവ് യു ദ ബോഡീസ് ഓഫ് യുവർ ഹസ്ബൻഡ്സ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മൃതശരീരം വിട്ടു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ മക്കളെ ശരീരം വിട്ടുതരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ദേ ആർ വെരി റേഡിയോ ആക്റ്റീവ്. കാരണം അവർ റേഡിയോ ആക്റ്റീവാണ്. കാരണം അവരെ തൊടുന്ന ആളുകൾക്ക് ഈ റേഡിയേഷൻ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല. ആൻഡ് വിൽ ബി ബറീഡ് ഇൻ മോസ്കോ സെമിറ്ററി ഇൻ എ സ്പെഷ്യൽ വേ. ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ മോസ്കോ ശ്മശാനത്തിൽ അവരെ സംസ്കരിക്കുന്നതാണ്. സോ ഇൻ സീൽഡ് സിങ്ക് കാസ്കറ്റ്സ് അണ്ടർ സിമൻറ്റ് ടൈൽസ്. അപ്പോൾ സിങ്ക് കാസ്കറ്റിലാണ്, സിമൻറ്റ് ടൈൽസിൻ്റെ അടിയിലാണ് ഞങ്ങൾ അവരെ മറവ് ചെയ്യുക. കാരണം റേഡിയേഷൻ പുറത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് യു നീഡ് ടു സൈൻ ദിസ് ഡോക്യുമെൻറ്റ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഒപ്പുവെക്കണം, എന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് എനിവൺ ഗോട്ട് ഇൻഡിഗ്നൻറ്റ് ആൻഡ് വാണ്ടഡ് ടു ടേക്ക് ദ coffin ബാക്ക് ഹോം, they were told that the dead were now, heroes, and that they no longer belonged to their families. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയാണ്, ഈ മരിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹീറോകളാണ്. അവരുടെ കുടുംബത്തിൻ്റേതല്ല, അവർ മറ്റൊരു വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞിട്ട്, ഒരു റേഡിയേഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ കൊണ്ടുപോകരുത്. ദേ വർ ഹീറോസ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളാണിപ്പോൾ. ദേ ബിലോങ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ രാജ്യത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ കൊണ്ടുപോകാൻ പാടില്ല. റൈറ്റ് അവേ ദേ ബോട്ട് അസ് പ്ലെയിൻ ടിക്കറ്റ്സ് ബാക്ക് ഹോം. ഇപ്പോൾ തന്നെ അവർക്ക് ശരിക്ക് പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ശരീരം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ ഫോർ ദ നെക്സ്റ്റ് ഡേ അറ്റ് ഹോം ഐ ഫെൽ അസ്ലീപ്. ഏതായാലും വേണ്ടില്ല, പിറ്റേന്ന് രാവിലെ എനിക്ക് ഉറക്കം വന്നു. കാരണം ഒരുപാട് ദിവസം ഉറക്കം ഒഴിഞ്ഞപ്പോൾ. സോ ഐ വാക്ക്ഡ് ഇൻ ടു ദ പ്ലേസ് ആൻഡ് ജസ്റ്റ് ഫെൽ ഓൺ ടു ദ ബെഡ്. ഞാൻ ആ സ്ഥലത്തേക്ക് പോയി
ബെഡിലേക്ക് അങ്ങോട്ട് കിടന്നു എന്നല്ല, വീണു എന്നാണ് പറഞ്ഞു. ഐ സ്ലെപ്റ്റ് ഫോർ 3 days. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഉറങ്ങി. ആംബുലൻസ് കെയിം. അങ്ങനെ പെട്ടെന്നൊരു ആംബുലൻസ് വന്നു. നോ, സെഡ് ദ ഡോക്ടർ, ഷി വിൽ വേക്ക് അപ്പ്, ഇറ്റ്സ് ജസ്റ്റ് എ ടെറിബിൾ സ്ലീപ്പ്. പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന സമയത്ത് ഞാൻ കേൾക്കുന്നതാണ്, ഡോക്ടർ പറയാണ്, നോ, ഷി വിൽ വേക്ക് അപ്പ്, അവരെണീറ്റോളും, അവിടെ നിന്നോട്ടെ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെറിബിൾ സ്ലീപ്പ്. ഇത് ഭയങ്കര ഘോരമായിട്ടുള്ള ഉറക്കമാണ്, മരിച്ചതല്ല എന്നുള്ളത് മനസ്സിലാക്കും. ഐ വാസ് 23. ആ സമയത്ത് എൻ്റെ പ്രായം 23 വയസ്സാണ്. 2 months later ഐ വെൻറ്റ് ബാക്ക് ടു മോസ്കോ. അങ്ങനെ 2 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും മോസ്കോയിലേക്ക് പോയി. ഫ്രം ദ ട്രെയിൻ സ്റ്റേഷൻ സ്ട്രെയിറ്റ് ടു ദ സെമിത്തേരി. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നേരെ സെമിത്തേരിയിലേക്ക് പോയി. ടു ഹിം, എവിടേക്കാണ്? എൻ്റെ പ്രിയതമൻ്റെ അടുത്തേക്ക്. ആൻഡ് അറ്റ് ദ സെമിത്തേരി ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഇൻ ടു ലേബർ. അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. സെമിത്തേരിയിൽ നിന്ന് നേരെ ജോലി സ്ഥലത്തേക്ക് പോയി. ജസ്റ്റ് ആസ് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹിം ദേ കോൾഡ് ദ ആംബുലൻസ്. അങ്ങനെ ഏതായാലും വേണ്ടില്ല, ഞാൻ സെമിത്തേരിയിൽ നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുന്ന സമയത്ത് അവർ ആംബുലൻസിനെ വിളിച്ചു. ഇറ്റ് വാസ് 2 weeks ബിഫോർ ഐ വാസ് ഡ്യൂ. ദേ ഷോഡ് ഹെർ ടു മീ, എ ഗേൾ. എന്നെ കാണിച്ചു തന്നു, ഒരു പെൺകുട്ടി. അവിടെ എന്താ സംഭവം എന്നറിയാം, ഇവർ പ്രസവിച്ചിട്ടുണ്ട്. നദാശങ്ക ഐ കോൾഡ് ഔട്ട്. ഞാൻ എൻ്റെ മകളെ വിളിച്ചത് നദാശങ്ക എന്നായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് മകളാണെങ്കിൽ ഈ പേരിട്ടോളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മരിക്കുന്നതിന് മുമ്പ്, നദാശങ്ക എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു നദാശങ്ക. യുവർ ഫാദർ നെയിംഡ് യു നദാശങ്ക. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ വിളിച്ചത് നദാശങ്ക എന്നായിരുന്നു. ഷീ ലുക്ക്ഡ് ഹെൽത്തി. പക്ഷെ അവൾക്ക് ആരോഗ്യമുള്ള പോലെ തോന്നി. ആംസ് ആൻഡ് ലെഗ്സ്, കൈയും കാലും ഒക്കെ. ബട്ട് ഷീ ഹാഡ് സിറോസിസ് ഓഫ് ദ ലിവർ. പക്ഷേ അവൾക്ക് ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹെർ ലിവർ ഹാഡ് 28 റോ എൻഷൻസ്. കൺജസ്റ്റൽ ഹാർട്ട് ഡിസീസ്, ചെറിയൊരു ഹൃദയത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ 28 റോ എൻജൻസ് ആണ്. റോ എൻജൻസ് എന്ന് പറയുമ്പോൾ വാരിയല്ലുകൾ അല്ലേ. 4 hours later they told me she was dead. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ സമയത്തേക്ക് അവൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് പോയി. ആൻഡ് അഗെയിൻ വി വോണ്ട് ഗിവ് ഹെർ ടു യു. അവളെയും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല, അവളും റേഡിയോ ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയെയും നിങ്ങൾക്ക് തരില്ല. വാട്ട് ഡു യു മീൻ യു വോണ്ട് ഗിവ് ഹെർ ടു മീ? ഇറ്റ്സ് മീ ഹു വോണ്ട് ഗിവ് ഹെർ ടു യു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവളെ എനിക്ക് തരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് അവളെ തരില്ല എന്ന് പറയും. ആ കുട്ടിയെ ഞാൻ വിട്ടുതരില്ല എന്ന് പറയണം. ഷീ ഈസ് സൈലൻറ്റ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം നിശബ്ദയായി നിന്നു. ഇൻ കീവ് ദേ ഗേവ് മീ ആൻ അപ്പാർട്ട്മെൻറ്റ്. കീവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ താമസിക്കാനും ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ കൊടുത്തു. ഇറ്റ് വാസ് ഇൻ എ ലാർജ് ബിൽഡിംഗ് വേർ ദേ പുട്ട് എവറി വൺ ഫ്രം ദ അറ്റോമിക് സ്റ്റേഷൻ. വലിയൊരു ബിൽഡിങ്ങിലാണ്. ഈ അറ്റോമിക് സ്റ്റേഷനിൽ നിന്ന് എനിക്കിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, കാരണം അവിടെയൊക്കെ റേഡിയോ ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ തരികയാണ്. ആ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ഇതിനിരയാകപ്പെട്ട ആളുകളൊക്കെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ്. സോ ഇറ്റ്സ് എ ബിഗ് അപ്പാർട്ട്മെൻറ്റ് വിത്ത് 2 rooms. വലിയ 2 റൂമൊക്കെ ഉണ്ട്. ദ കൈൻഡ് വാസ്യ ആൻഡ് ഐ ഹാഡ് ഡ്രീംഡ് ഓഫ്. ഓക്കെ, ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു വീട് ഇങ്ങനെയുള്ളൊരു വീടായിരുന്നു. ഓക്കെ, ഏതായാലും വേണ്ടില്ല വാസ്യ. അങ്ങനെ ഷീ സ്റ്റാൻഡ്സ് അപ്പ്, goes over to the window. She stands up. അങ്ങനെ അവൾ എണീറ്റ് നിന്നു. goes over to the window. ആ വിൻഡോയുടെ അടുത്തേക്ക് പോയി. there are many of us here. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ. a whole street. ചുരുക്കി പറഞ്ഞാൽ ആ സ്ട്രീറ്റിലുള്ള മുഴുവൻ ആളുകളുണ്ടായിരുന്നു. that's what is called
ചെർണോബിൽസ്കയ എന്ന് പറയും. അതായത് ചെർണോബിൽസ്കയ എന്നതാണ് അതിനെ വിളിക്കാറുള്ളത്. ദീസ് പീപ്പിൾ വർക്ക്ഡ് അറ്റ് ദ സ്റ്റേഷൻ ദെയർ ഹോൾ ലൈഫ്സ്. ഇവരൊക്കെ ജോലി ചെയ്തിരുന്നത് അവരുടെ ജീവിതം മുഴുവനും ആ സ്റ്റേഷനിലായിരുന്നു. എ ലോട്ട് ഓഫ് ദം സ്റ്റിൽ ഗോ ദർ ടു വർക്ക് ഓൺ എ പ്രൊവിഷണൽ ബേസിസ്. അതിൽ കുറേ ആളുകൾ പ്രൊവിഷണലായിട്ട് താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ദേ വർക്ക് ദർ നൗ. നോ വൺ ലിവ്സ് ദർ എനിമോർ. പക്ഷേ അവിടെ ആരും ജീവിക്കുന്നില്ല, താമസിക്കുന്നില്ല. ദേ ഹാവ് ബാഡ് ഡിസീസസ്. ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്ക്. ദേ ആർ ഇൻവാലിഡ്സ് ബട്ട് ദേ ഡോണ്ട് ലീവ് ദെയർ ജോബ്സ്. പക്ഷെ അവർ ജോലി വിടുന്നില്ല. ദേ ആർ സ്കെയർഡ് ടു ഈവൻ തിങ്ക് ഓഫ് ദ റിയാക്ടർ ക്ലോസിംഗ് ഡൗൺ. ആ റിയാക്ടർ അടച്ചു പൂട്ടുകയാണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവർ ജോലി ഒഴിവാക്കുന്നില്ല. ദേ ആർ സ്കെയർഡ് ടു ഈവൻ തിങ്ക് ഓഫ് ദ റിയാക്ടർ ക്ലോസിംഗ് ഡൗൺ. Who needs them now anywhere else? അവരൊക്കെ ഇനി ആർക്കാ വേണ്ടത്? എവിടെയാണ് വേണ്ടത്? ഓഫൻ ദേ ഡൈ. ചിലപ്പോൾ അവർ മരിക്കാം. ഇൻ എ മിനിറ്റ് ദേ ജസ്റ്റ് ഡ്രോപ്പ് സംവൺ വിൽ ബി വാക്കിംഗ്. ദേ ജസ്റ്റ് ഡ്രോപ്പ് സംവൺ വിൽ ബി വാക്കിംഗ്. ഹി ഫോൾസ് ഗോസ് ടു സ്ലീപ്പ്. അങ്ങനെ ചിലപ്പോൾ വീണുന്നു, ചിലപ്പോൾ ഉറങ്ങുന്നു, ചിലപ്പോൾ എണീറ്റ് നടക്കുന്നു. ഹി വാസ് ക്യാരിങ് ഫ്ലവേഴ്സ് ഫോർ ഹിസ് നേഴ്സിന് വേണ്ടിയിട്ട് പൂക്കളുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റോപ്ഡ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലച്ചു. ദേ ഡൈ ബട്ട് നോ വൺ ഇസ് റിയലി ആസ്ക്ഡ് അസ്. ഞങ്ങളോട് ആരും ഇത് ചോദിച്ചില്ല. നോ വൺ ഹാസ് ആസ്ക്ഡ് വാട്ട് വി ഹാവ് ബീൻ ത്രൂ. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആരും ചോദിച്ചില്ല. വാട്ട് വി സോ, ഞങ്ങളെന്ത് കണ്ടുവെന്ന്. നോ വൺ വാണ്ട്സ് ടു ഹിയർ അബൌട്ട് ഡെത്ത്. കാരണം ഞങ്ങളാരും മരണത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അബൌട്ട് വാട്ട് സ്കെയേഴ്സ് ദം. കാരണം ഇതൊക്കെ അവരെ പേടിപ്പെടുത്തുന്ന സംഭവമായിരുന്നു. സോ വി ഡോണ്ട് വാണ്ട് ടു ഹിയർ അബൌട്ട് ദ ഡെത്ത് ബട്ട് ഐ വാസ് ടെല്ലിങ് യു അബൌട്ട് ലവ്, അബൌട്ട് മൈ ലവ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായിരുന്നു? സ്നേഹത്തെക്കുറിച്ച് മാത്രം. എൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ചാണ് ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇരയാകപ്പെട്ട ആളുകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. അപ്പോൾ അവിടെ ഭർത്താക്കന്മാരൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ, ഭാര്യയെ നഷ്ടപ്പെട്ട ആളുകൾ, മക്കളെ നഷ്ടപ്പെട്ട ആളുകൾ, എന്നാൽ ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാത്ത ആളുകൾ. കാരണം അവരൊക്കെ റേഡിയോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്ക് കൂടി ഈ ഒരു ദുരന്തം വന്നുവിടും. അതേപോലെ തന്നെ അതിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, അവരുടെ ജോലി പോകുന്നത് അവർക്ക് സ്വപ്നം കാണാൻ പോലും അല്ലെങ്കിൽ മനസ്സിൽ പോലും കാണാൻ സാധിക്കുന്നില്ല. കാരണം അവരെ പിന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ, എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.